ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ എണീക്കുക, പാത്തുട്ടീനെ ഒരുക്കുക, സ്കൂളിൽ കൊണ്ടുവിടുക. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ കറങ്ങാമ്പോക്കൊക്കെ കേട്ടാ. ഇതാണ് ഏറ്റവും ഹാർട്ട്. ഇവിടെ സെന്റിന് 16 ലക്ഷം രൂപ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കച്ചവടങ്ങൾ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ 16 ലക്ഷം സെന്റിന് വേണ്ടത്. അപ്പൊ നമുക്ക് തമിഴ്നാടിന്റെ സ്വന്തം അമ്മയെ ജയലളിതയുടെ അമ്മ ഉനവകന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ മതി, ഈ സ്ഥലം കിട്ടും കേട്ടോ. ബസ് സ്റ്റാൻഡിനും റെയിൽവേ സ്റ്റേഷന്റെയും അടുത്തായിട്ട് വരും. ഇവിടെ പേരൊക്കെ ഫുൾ തമിഴിലാണ് എഴുതി വെച്ചേക്കണേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ സൈഡിലായിട്ട് ജയലളിതാമ്മയുടെ ഒരു ഫോട്ടോ കണ്ടു. അങ്ങനെയാണ് ഞങ്ങൾ ഇത് ഉറപ്പിച്ചത്. ചെന്ന് കയറി നേരെ കൗണ്ടറിൽ പോയിട്ട് 2 ടോക്കൺ അങ്ങോട്ട് എടുത്തു. 5 രൂപയായിരുന്നു ഒരു കൂപ്പൺ. അങ്ങനെ ഞങ്ങൾ പ്ലേറ്റ് എടുത്തിട്ട് ഇഡ്ഡലി വാങ്ങാനായിട്ട് പോയി. 5 രൂപയുള്ള ഒരു കൂപ്പണ് 5 ഇഡ്ഡലി കിട്ടും കേട്ടോ. അയ്യോ, അത് വല്ലാത്തൊരു ചെയ്തായി പോയി. ഇതിന്റെ ഒപ്പം തന്നെ സാമ്പാറാണ് കേട്ടോ കിട്ടുക. സാമ്പാർ രസത്തിന്റെ പോലെ ഇരുന്നു കാണാനായിട്ട്. അങ്ങനെ കഴിച്ചു തുടങ്ങി. നല്ല ഫ്ലേവർ ഉള്ള സാമ്പാറായിരുന്നു, ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ഇഡ്ഡലി ഫുള്ള് കഴിക്കാൻ പറ്റണ്ടേ. ഞാൻ ഒരെണ്ണേ കഴിച്ചുള്ളൂ. ഏട്ടൻ എങ്ങനെയൊക്കെ ഒപ്പിച്ച് 2 കഴിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്തല്ലേ, കളയുന്നത് ശരിയല്ലല്ലോ ഫുഡ്. അങ്ങനെ ഞാൻ വേഗം കഴിച്ചു തീർത്തു. ഇവരെ സാമ്പാറിൽ മുക്കിയിട്ടാണ് ഇഡ്ഡലി വെച്ചിരുന്നത്. അങ്ങനെ ഞാൻ അത് സാമ്പാറിൽ നിന്ന് എടുത്തിട്ട് സൈഡിലൊക്കെ ഇങ്ങനെ തോരാനായിട്ട് വെച്ചിട്ട് പുറത്ത് പോയിട്ട് ഒരു കടയിൽ നിന്ന് കവർ ഒപ്പിച്ചുകൊണ്ട് വന്നു. വെറുതെ കവർ ഒപ്പിച്ചുകൊണ്ട് വന്നല്ല കേട്ടോ. പാത്തുട്ടിക്ക് സോക്സും വാങ്ങി ഞാൻ. അപ്പൊ സ്കൂളിലേക്ക് ഇട്ടുകൊണ്ട് പോകാനായിട്ട് എല്ലാ ദിവസവും പുതിയ പുതിയ സോക്സ് വേണ്ടേ. അപ്പൊ ഒരു എക്സ്ട്രാ കവർ കിട്ടി. അങ്ങനെ ഈ ഇഡ്ഡലിയൊക്കെ ഈ കവറിലിട്ടു. പേപ്പർ കവറാണ് ഇവിടെയൊക്കെ കിട്ടുക. ഇവിടെ അപ്പൊ ഇഡ്ഡലിയും സാമ്പാറും മാത്രമേ കിട്ടുള്ളൂ. ഇതിന്റെ ഒപ്പം ഒരു ചൂട് ചായ, അതല്ല അതിന്റെ ഒരു രീതി. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയതുണ്ടല്ലോ വീട് വെക്കാനായിട്ട് ഒരു സ്ഥലം നോക്കാനാണ്. ഇത് ബസ്സില്ലാത്തപ്പോ ഞാൻ വന്ന് കണ്ടതാണ്. വ്യൂ നോക്കിയ റോഡൊക്കെ പണിത് വരുന്നേ ഉള്ളൂ. മോഹൻലാലിന്റെ വീടിന്റെ തൊട്ടടുത്താട്ടോ. അതല്ല, എത്ര രൂപ പറയണേ? റേറ്റ് കുറച്ച് 6.5 ലക്ഷം സെന്റിന് പറഞ്ഞത്. 50 സെന്റ് ഉണ്ട് ഇത് മൊത്തം. കുറയ്ക്കാൻ പറ്റുമോ? 2-3 ദിവസമായിട്ട് ഇത് തന്നെയാണ് ടേട്ടന്റെ പരിപാടി. ചായക്കടയിലൊക്കെ പോയി നിൽക്കുമ്പോൾ കുറെ കോൺടാക്ട്സ് കിട്ടുമല്ലോ. അങ്ങനെ അവരോട് ചോദിച്ച് ഓരോ സ്ഥലം പോയി കാണുക, എന്നിട്ട് തിരിച്ചു വരിക, അത് റിജക്റ്റ് ആക്കുക. ഇത് തന്നെ എപ്പോഴെങ്കിലൊക്കെ സക്സസ്ഫുൾ ആവും എന്ന് വിചാരിക്കണു. ഞാൻ എന്തായാലും അപ്ഡേറ്റ്സ് തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വീട്ടിലെത്തി. ഇനിയുള്ള പണി എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് കറി ഉണ്ടാക്കലാണ്. അപ്പൊ ഞാൻ ഇന്നൊരു വെറൈറ്റി മോര് കറി വന്നിട്ട് ഉണ്ടാക്കണേ. ബ്രിഞ്ചാളില്ലേ, അതായിട്ടൊന്ന് തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ തോരനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആള് കഴിക്കില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അത് മോര് കൂട്ടാനിലിടാന്ന്. അങ്ങനെ ബ്രിഞ്ചാള് ഞാൻ വട്ടത്തിൽ കട്ട് ചെയ്യാനാണ് വിചാരിച്ചത്. പക്ഷെ കുറച്ച് ദിവസമായി ബ്രിഞ്ചാള് മേടിച്ച് വെച്ചിട്ടേ. അപ്പൊ ചെറുതായിട്ട് കേടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പല പല ഷേപ്സിലാക്കിയിട്ടാണ് കട്ട് ചെയ്തത്. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഇച്ചിരിക്കോളം വെള്ളം കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് പരട്ടി വെക്കാം. എന്നിട്ട് ഒരു പാനിൽ ഇച്ചിരിക്കോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതങ്ങോട്ട് 2 സൈഡ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നെക്സ്റ്റ് കുറച്ച് കുഞ്ഞുള്ളി നന്നാക്കിയിട്ട് ഇതേ പാനിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ടൊരു ബ്രൗൺ കളറൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇതിലോട്ട് 2 തണ്ട് വേപ്പിലയും 2 ഉണക്കമുളകും കൂടി പിച്ചിടുക. ഇത് കഴിഞ്ഞ് ഗ്യാസ് ഒന്ന് സിമ്മിൽ വെച്ചിട്ട് ഇതിലോട്ട് 2 സ്പൂൺ മുളക് പൊടി ഇടുക. എന്നിട്ടൊന്ന് വഴറ്റുക. അത് കഴിഞ്ഞ് അപ്പം തന്നെ ഓഫ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ഒരു ബൗളിലോട്ട് തൈര് പൊട്ടിച്ചൊഴിക്കുക. ഞാനിപ്പോൾ ഇവിടെ പാല് മേടിക്കാത്തതുകൊണ്ട് തന്നെ തൈര് ഉണ്ടാക്കലില്ല. ഈ ഒരു കുഞ്ഞു പാക്കറ്റ് തൈരിന് ഇവിടെ 10 രൂപയാണ്. അങ്ങനെ അതിലോട്ട് കുറച്ച് ഉപ്പിടുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അടുത്തത് ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബ്രിഞ്ചാൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഉള്ളിയൊക്കെ മൂപ്പിച്ച് വെച്ചിട്ടില്ലേ, അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കറി റെഡി. എടുക്കണ തൈരിന് കുറച്ച് കട്ടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇച്ചിരി കോളം വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ലഞ്ച് കുറച്ചങ്ങോട്ട് ഗ്രാൻഡ് ആയി പോയി തോന്നുന്നു. ചില ദിവസങ്ങളിൽ മാത്രം ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ് കേട്ടത്. ഇന്നിപ്പോ ചോറുണ്ട്, മോര് കറിയുണ്ട്, കൂർക്ക മെഴുക്ക് പുരട്ടിയുണ്ട്, പിന്നെ കുഞ്ഞിക്കായ തോരനുണ്ട്. കൂർക്കയും കായയ്ക്കും ഒരു കളർ വ്യത്യാസം നിങ്ങൾക്ക് കാണും. അത് ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കിയിട്ടേ കുറെ നേരം ഞാൻ അതിൽ തന്നെ അടച്ചു വെച്ചു. അതുകൊണ്ട് ഉണ്ടായതാണ് കേട്ടോ. പിന്നെ സോസേജ് കൊണ്ട് ഞാനൊരു കറി ഉണ്ടാക്കി, അതുണ്ട്. ഇന്നലത്തെ ചെമ്മീൻ ചമ്മന്തി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മതിയില്ലേ? ഇത്രയും തന്നെ ധാരാളം അല്ലേ. പിന്നെ ഏട്ടൻ സോസേജ് കഴിക്കില്ല കേട്ടോ. അപ്പൊ അത് മൊത്തം എനിക്കാണ്. ഇന്നത്തോണ്ട് ഇത് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കുറച്ച് ദിവസങ്ങളിലായിട്ട് എടുക്കാം. ബ്രിഞ്ചാള് അപ്പൊ ഇതിലിങ്ങനെ ഉടച്ച് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ് എന്ന് പറയുന്നുണ്ടായിരുന്നു ഏട്ടൻ. ശരിക്കും പറഞ്ഞാൽ വേറെ തോരനൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു ഒറ്റ മോരുകറി മതി. നമുക്ക് ഒരു പറ ചോറുണ്ണാം. അപ്പൊ ഏട്ടൻ വാരി കൊടുക്കാൻ നോക്കിയിട്ട് പാത്തുട്ടി കഴിച്ചില്ല. അവൾക്ക് എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ടൈപ്പ് ചാറുകറിയൊക്കെ ഉണ്ടാകുമ്പോൾ സ്പൂൺ കൊണ്ട് തന്നെ കൊടുക്കണം, എന്നാലേ ആ വായ തുറക്കുള്ളൂ. അങ്ങനെ ഉച്ചയോർക്കത്തിനൊന്നും നിന്നില്ല. ഞങ്ങളുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങളുടെ ആനിവേഴ്സറി
ആനിവേഴ്സറി അല്ലേ, അപ്പൊ അതിനോടനുബന്ധിച്ചിട്ടേ ഞാനൊന്ന് മൂക്ക് കുത്താൻ പോവാണ്. പാത്തുട്ടിയൊക്കെ ജനിക്കുന്നതിന് മുമ്പുണ്ടല്ലോ ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ അമ്മേരെ കൂടെ പുറത്തു പോയപ്പോഴേ മുടി കെട്ടുന്ന കൂട്ടത്തിൽ മൂക്കും കൂടി കുത്തി. അന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടാ. എന്നിട്ട് തിരിച്ചു വന്ന ഏട്ടന് സർപ്രൈസ് കൊടുക്കാന്ന് വെച്ചതാണ്. ആളെന്നെ കണ്ടതും പരാതിപ്പെട്ടി അങ്ങോട്ട് തുറന്നു. നീ മൂക്ക് കുത്താൻ പോയപ്പോ എന്നെ വിളിക്കണ്ടേ, എനിക്ക് കാണണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. എനിക്കത് കേട്ടപ്പോ ഭയങ്കര വിഷമമായി. പിന്നെ മൂക്കുത്തി ഇടാണ്ട് ആ ഹോൾ അങ്ങോട്ട് അടഞ്ഞു പോയിട്ടോ. പിന്നെ ഇപ്പോഴാണ് എനിക്കൊരു ആഗ്രഹം വരുന്നത്. അപ്പൊ പിന്നെ ഏട്ടനോട് പറഞ്ഞപ്പോ ആള് ഭയങ്കര എക്സൈറ്റഡ് ആയി. ശരി, ഇപ്രാവശ്യം ഞാൻ എന്തായാലും വരും, എനിക്കും കാണണം, പാത്തുട്ടീനും കൊണ്ടുപോകണം എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഊട്ടിയിലത്തെ ചെമ്മന്നൂർ ജ്വല്ലേഴ്സിൽ പോയി. അവിടെ ചെന്നിട്ട് മൂക്ക് കുത്തി. നല്ല സ്മൂത്ത് ആയിട്ട് കുത്തിയിട്ടാ, വലിയ വേദനയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് ചെറുതായിട്ടൊരു വേദന. അപ്പൊ അവര് പറഞ്ഞിരുന്നു മൂക്കുത്തി ഇങ്ങനെ എപ്പോഴും റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണമെന്ന്. അപ്പൊ അത് ശരിയാവും. പിന്നെ ഉപ്പുവെള്ളം ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകുള്ളൂന്ന്. ടക്കുന്നുള്ള ഗൺഷോട്ടിൽ ചെറിയൊരു വേദന. അതിന്റെ പിന്നീക്കോടെ കണ്ണൊന്ന് നിറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് മിററിലൊന്ന് നോക്കിയപ്പോ ഞാനേ എന്റെ മുഖത്തിന് ഇത് ചേരുന്നില്ലല്ലോ, ഈ മൂക്കുത്തി കുറച്ചങ്ങോട്ട് വലുതായി പോയോ അങ്ങനെ ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇത് ആർട്ടിഫിഷ്യലാണ്, ഒരു 10 ദിവസം കഴിഞ്ഞ് മുറിവൊക്കെ ഉണെങ്കിൽ വേദനയൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്കത് മാറ്റാം. ഇത് കേട്ടപ്പോഴാണ് എനിക്കൊരു സമാധാനം ഇത്. അങ്ങനെ വീട്ടിലേക്ക് വിട്ടു. ആ ഒരു നിമിഷത്തിൽ മാത്രമാണ് വേദന ഇല്ലാഞ്ഞത് കേട്ടാ. പിന്നെ പോണ വഴിയിലൊക്കെ ചെറുതായിട്ട് മൂക്കൊക്കെ ഇങ്ങനെ വേദനിക്കാൻ തുടങ്ങി. Do you want something like this? Yeah. You want? Yeah. You want like this? Yeah. Like this? Here? Yeah. You like it? Yeah. I like it. അയ്യോ ചിക്കൻ ശതമാൻ ചിക്കൻ അറിയിക്കുന്നത്. Don't be scared. It's a plan. What happened? Oh, thank you. ഇതിലും മന്തി I put it. Wow, nice. You look beautiful. You look so beautiful, Matu. Say bye. Bye. See you all. See you all. Love you. Love you. Mwah. അയ്യോ പോലേട്ടാ, ഇത് ഞങ്ങളുടെ ആനിവേഴ്സറി പേസ്ട്രി ആണ്. അതും കൂടി ഒന്ന് മുറിച്ച് കഴിയട്ടെ. കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കഴിച്ചു തീർക്കാനായിട്ട് ആരുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം ഒരു കുഞ്ഞ് പേസ്ട്രിയിൽ ഒതുക്കിയത്. അപ്പൊ ഞങ്ങളുടെ 8ാമത്തെ വിവാഹ വാർഷികമാണ് കേട്ടാ. 8 വർഷം പോയിന്ന് വിശ്വസിക്കാനേ പറ്റണില്ല. ഞാനും ഏട്ടനും കേക്ക് ആസ്വദിച്ച് കഴിച്ചു. കുറച്ച് ദിവസമായിട്ടുള്ള തുടങ്ങിയിട്ട് പാത്തിട്ട് കേക്ക് കഴിക്കുന്നില്ല കേട്ടാ. എന്താ കാര്യം എന്ന് വെച്ചിട്ട് അവളോട്ട് പറയണമില്ല. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങക്ക് ഗുണേ ഉണ്ടായിട്ടുള്ളട്ടാ. അപ്പൊ ശരി, ബൈ.